കേരളവും തമിഴ്നാടും പരസ്പരം കൈത്താങ്ങാകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തമുഖത്ത് മനുഷ്യത്വപരമായ സമീപനമാണ് വേണ്ടതെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കേരളവും തമിഴ്നാടും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈക്കം ബീച്ചിൽ നടന്ന തന്തൈ പെരിയാർ സ്മാരകം, പെരിയാർ ഗ്രന്ഥശാല എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണിത്. സാമ്പത്തിക സ്വയംഭരണ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ ഈ സഹകരണം വ്യാപിപ്പിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2 സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരടക്കമുള്ള നേതാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി വൈക്കം തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് നാടിന് സമർപ്പിച്ചു. പാലക്കാട് കല്ലടിക്കോട്ടിൽ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞ് 4 മരണം. സ്കൂൾ വിട്ട് വന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. 4 കുട്ടികൾ മരിച്ചു. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ദുരന്തമുഖത്ത് മനുഷ്യത്വപരമായ സമീപനമാണ് വേണ്ടതെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. കണക്കുകൾ പരിശോധിച്ച് വയനാടിനുള്ള പ്രത്യേക സഹായത്തിൽ തീരുമാനം എടുക്കാനും കോടതി നിർദ്ദേശം നൽകി. മുണ്ടകൈ ചുരൽമല ദുരന്തത്തിന്റെ തൊട്ടുപിന്നാലെ SDRF-ൽ നിന്ന് 21 കോടി രൂപ അനുവദിച്ചതായി സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി SDRF-ൽ നിന്ന് 28.95 കോടി രൂപ നൽകിയതായും സർക്കാർ അറിയിച്ചു. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ബിൽ ഉടനെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ഒറ്റ തിരഞ്ഞെടുപ്പിന് വേണ്ടി നിലവിലുള്ള തിരഞ്ഞെടുപ്പ് നിയമങ്ങളിലെല്ലാം ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒറ്റ നിയമം ശുപാർശ ചെയ്യുന്ന ബില്ലുകളാകും അവതരിപ്പിച്ചേക്ക് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമസഭകളിലേക്ക് പല സമയങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ പലപ്പോഴായി ആരോപിച്ചിരുന്നു. ശബരിമലയിൽ നടന്ന ദിലീപിന്റെ VIP സന്ദർശനം ഗൗരവതരമാണെന്നും എന്ത് പ്രത്യേകതയാണ് ഇത്തരം ആളുകൾക്ക് ഉള്ളതെന്നും ഹൈക്കോടതി ദിലീപിനായി മറ്റു ഭക്തരെ ശബരിമലയിൽ തടഞ്ഞു. 1ാം നിരയിലുള്ള എല്ലാ ആളുകളെയും തടഞ്ഞെന്നും കോടതി ചൂണ്ടിക്കാട്ടി. CCTV ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കും. ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്ന സമയത്തായിരുന്നു ശ്രീകോവിലിന് മുന്നിൽ 1ാം നിരയിൽ നിന്ന് ദിലീപ് തൊഴുന്നത്. പിന്നെ നിൽക്കുന്നവർക്ക് കാണിക്കയിടാനും തടസ്സമുണ്ടാക്കിയെന്നും കോടതി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മന്നാർ കടലിടുക്കിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്രവും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ ആരാധനാലയങ്ങളിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പുതിയ ഹർജികൾ സ്വീകരിക്കരുതെന്നും നിലവിലുള്ള ഹർജികളിൽ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം. വിവിധ മുസ്ലിം പള്ളികളിൽ സർവേ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതികളുടെ പരിഗണനയിലിരിക്കെയാണ് ആരാധനാലയ നിയമ സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീലേഖയ്ക്ക് കോടതിയുടെ നോട്ടീസ്. ദിലീപിനെ അനുകൂലമായി ശ്രീലേഖ നടത്തിയ പരാമർശത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലാണ് വിചാരണ കോടതി നോട്ടീസ് അയച്ചത്. തന്റെ യൂട്യൂബിൽ ചാനലിലും ചില ഓൺലൈൻ ചാനലുകൾക്കും നൽകിയ അഭിമുഖത്തിലും ദിലീപിനെ അനുകൂലമായി ശ്രീലേഖ സംസാരിച്ചിരുന്നു. ലൈംഗിക പീഡന കേസിൽ ജയിലിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി അതിജീവിതയെ കൊലപ്പെടുത്തി. മൃതദേഹം കഷ്ണങ്ങളാക്കി നദിയിൽ ഉപേക്ഷിച്ചു.
റൂർക്കയിലെയാണ് ക്രൂരകൃത്യം നടന്നത്. 24-കാരനായ കുരു കൃഷ്ണനാണ് 18-കാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കിയത്. ശേഷം മൃതദേഹ ഭാഗങ്ങൾ ബ്രഹ്മണി നദിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സൗദി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൂടാമ്പുഴ സ്വദേശി അബ്ദുറഹ്മാന്റെ കേസ് പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റി. സൗദി സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേസ് പരിഗണിക്കാനിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ കോടതി കേസ് പരിഗണിക്കരുതെന്ന് മാറ്റി എന്നാണ് വിവരം. കോടതി ഇന്ന് പരിഗണിക്കാനിരുന്ന എല്ലാ കേസുകളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.